പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് അവസാനിക്കും. ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കുകയാണ്. ബില്ല് ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. വർഷകാല സമ്മേളനത്തിൽ അതിരുവിട്ട പ്രതിഷേധത്തിലൂടെ സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. ജയിലിലാകുന്ന നേതാക്കൾക്ക് സ്ഥാനം നഷ്ടമാകുന്ന ബില്ല് ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോഴും പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങളെ സ്പീക്കർ രൂക്ഷമായി വിമർശനം നടത്തിയിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, പാർലമെന്റ് തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷ ബഹളം അത് പുതിയ സംഭവമല്ലാതായി മാറിയിരിക്കുകയാണ്. ഈ ബില്ല് പാസാക്കുക അല്ലെങ്കിൽ അതിലൊരു അഭിപ്രായം പറയുക എന്നതിലുപരി എങ്ങനെയെങ്കിലും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക, പ്രതിഷേധം അറിയിക്കുക, ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് ഒരു ആരോഗ്യപരമായ ഒരു ചർച്ച നടക്കുന്നില്ല. ആ രീതിയിൽ തന്നെയാണ് സ്പീക്കറുടെയും പ്രതികരണം, അല്ലേ? വർഷകാല സമ്മേളനം ഇന്ന് അവസാനിക്കുമ്പോൾ കഴിഞ്ഞ മാസം 20-ാം തീയതി തുടങ്ങി ഇന്ന് ഇപ്പോൾ നടക്കാൻ പോകുന്ന വർഷകാല സമ്മേളനത്തിന്റെ ഏറ്റവും അവസാന ദിനം വരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ച നടന്ന 3 ദിവസങ്ങളിൽ മാത്രമാണ് പാർലമെന്റ് കാര്യക്ഷമമായി നടത്താൻ സാധിച്ചിട്ടുള്ളത്. ബാക്കി പ്രവൃത്തി ദിവസങ്ങളിലെല്ലാം തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ബഹളം വയ്ക്കുകയും സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുകയും രാജ്യത്തിന്റെ മുൻപോട്ട് പോക്കിനുതകുന്ന ഗൗരവമുള്ള ക്രിയാത്മകമായ ചർച്ചകൾ നടത്താനോ കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ചർച്ച ചെയ്യാനോ അത്തരത്തിൽ യാതൊരു വിധത്തിലും പാർലമെന്റ് നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അതിരുവിട്ട പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷം നടത്തിയത്. പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അല്ലെങ്കിൽ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിലൂടെ രാജ്യത്തിനെ ജനങ്ങളെ പ്രതിഷേധം അറിയിക്കുന്നതെല്ലാം സ്വാഭാവികമാണ്. അത് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പരിശോധിക്കുമ്പോൾ പ്രതിഷേധം എന്നതിനപ്പുറത്തേക്ക് സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുക, അതിലൂടെ മാധ്യമശ്രദ്ധ നേടുക എന്ന നിലപാടാണ് പ്രതിപക്ഷം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളന കാലയളവിലും ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം, കൂടാതെ ആദ്യ ദിവസങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ആരോപണം തുടങ്ങി വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത്. രാഖി ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തുന്നത് ഒരു വാർത്തയല്ലാതായി മാറിക്കൊണ്ട് നിരന്തരം ആ കാര്യം പ്രതിപക്ഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിനത്തിൽ രാജ്യസഭയിൽ ഓൺലൈൻ ഗെയിമിംഗുമായി ബന്ധപ്പെട്ട നിയന്ത്രണ ബില്ല് കേന്ദ്ര ഇലക്ട്രോണിക് IT വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ഇന്നലെ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച പ്രതിപക്ഷ ബഹളത്തിനിടയിലും ബില്ല് പാസാക്കിയിരുന്നു. അതായത് ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ രാജ്യത്തിനകത്ത് നിയമത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലേക്ക് കൊണ്ടുവരികയും ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള നിയമവിരുദ്ധമായ ചൂതാട്ടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും അതിന് കനത്ത പിഴ ഏർപ്പെടുത്തുന്നതിനുമാണ് ബില്ല് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആ ബില്ല് ഇന്നലെ ലോക്സഭ പാസാക്കി, ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ച് പാസാക്കി. കൂടാതെ ഇന്നലെ ലോക്സഭയിൽ നിർണായകമായിട്ടുള്ള ബില്ല് അവതരണം നടന്നിരുന്നു. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ ഗുരുതരമായ കേസുകളിൽ പ്രതി ചേർത്ത് 30 ദിവസത്തിൽ കൂടുതൽ ജയിലിനകത്താവുകയാണെങ്കിൽ അവരുടെ സ്ഥാനം അസാധുവാകുന്ന നിർണായകമായിട്ടുള്ള ബില്ല് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു. തുടർന്ന് ബില്ല് പാർലമെന്റിന്റെ സംയുക്ത കമ്മിറ്റിക്ക് വിട്ടു. 31 അംഗ സമിതി ഇനിയുള്ള ദിവസങ്ങളിൽ വിശദമായി ഈ ബില്ല് പരിശോധിക്കും. ഇന്ന് സമാപനം ആവുകയാണ് പാർലമെന്റിൽ. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ജിഷ്ണു കൃഷ്ണനാണ്.